എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് വൈകുന്നേരം യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമുക്കൊരു വാട്സപ്പ് ചാനലുണ്ട്. അതിൽ ഈ പറഞ്ഞ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, യൂണിവേഴ്സിറ്റി എക്സാം റിസൾട്ട്, എക്സാം നോട്ടിഫിക്കേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നൊരു വാട്സപ്പ് ചാനലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആളുകൾ ജൂൺ 24 മുതൽ, അതായത് നാളെ മുതൽ ജൂൺ 30 വരെയാണ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കേണ്ടത്. നിർബന്ധമായിട്ടും അവർ കോളേജുകളിൽ 24 മുതൽ 30 വരെ ഉള്ള ഡേറ്റുകൾ അതിൽ അവർ അഡ്മിറ്റ് കാർഡ് അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ കിട്ടിയ ആളുകൾക്ക്. അപ്പോൾ അലോട്ട്മെൻറ്റ് ഒന്നിലും അല്ലെങ്കിൽ രണ്ടിലോ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് ഇന്നാണ് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും അവർക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. ആ ഒരു അഡ്മിറ്റ് കാർഡ്, അതേപോലെ തന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് നിങ്ങളതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. നമ്മളൊരു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അതിൽ അറ്റാച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ്സ് കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ അഡ്മിറ്റ് മെമ്മോയുടെ കൂടെ കോളേജുകളിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. അത് ടെമ്പററി അഡ്മിഷൻ ആവാം, അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള അഡ്മിഷന് ആവാം. അതായത് നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെൻറ്റ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാം. അല്ല, നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷന് അതിനേക്കാൾ മേലുള്ള ഓപ്ഷന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെമ്പററി അഡ്മിഷൻ കോളേജുകളിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഡേറ്റിൽ, ആ ഒരു അഡ്മിറ്റ് കാർഡിൽ പറഞ്ഞ ഡേറ്റിൽ മാത്രമേ നിങ്ങൾക്ക് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. ജൂൺ 24 മുതൽ 30 വരെ ഉണ്ടെങ്കിലും അത് നിങ്ങൾ അഡ്മിഷൻ മെമ്മോയിൽ അത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ കിട്ടിയ ആളുകൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫീസ് അടക്കാത്തവർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിർബന്ധമായിട്ട് ഫീസ് അടക്കണം. അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇത് ക്യാൻസലായി പോവും. അതേപോലെ തന്നെ കോളേജിൽ അഡ്മിഷൻ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എന്തായാലും എടുക്കുകയും വേണം. അപ്പോൾ ഈ കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇതിന് കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.